ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSTP റോഡ് പണി തുടങ്ങാത്തതിൽ പ്രതിഷേധം. ഓട്ടോറിക്ഷ തൊഴിലാളികൾ RDO ഓഫീസ് മാർച്ച് നടത്തി. ജില്ലയിലെ പ്ലാന്റേഷൻ ഭൂമി സംരക്ഷിക്കണമെന്ന ആവശ്യം. തോട്ടം തൊഴിലാളി യൂണിയൻ CITU സമരം തുടങ്ങുന്നു. പെരിയയിൽ സായാഹ്ന ധർണ. ജനപ്രതിനിധികൾക്ക് പരിശീലന പരിപാടി തുടങ്ങി. തദ്ദേശമിത്രം പരിപാടിക്ക് തുടക്കമായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മണ്ണും മനസ്സും കലാജാഥ ജില്ലയിൽ പര്യടനം തുടങ്ങി. കലാജാഥയ്ക്ക് അരയി ഗവൺമെന്റ് UP സ്കൂളിൽ സ്വീകരണം. കളരിമുറയിൽ കരുത്തു തെളിയിച്ച പിലിക്കോട്ടെ പെൺകുട്ടികൾ. നിർഭയ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ കളരി പരിശീലനം പൂർത്തിയാകുന്നു. ഇന്ത്യൻ സീനിയർ ചേംബറിന്റെ കാഞ്ഞങ്ങാട് ലീജിയന് പുതിയ ഭാരവാഹികളായി. സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. വാർത്തകൾ വിശദമായി. KSTP റോഡ് പണി ഉടനെ പൂർത്തിയാക്കണമെന്നാവശ്യം. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RDO ഓഫീസ് മാർച്ച് നടത്തി. KSTP റോഡ് പണി ഉടൻ പൂർത്തിയാക്കുക, മുറിച്ചിട്ട മരങ്ങളുടെ കുറ്റികൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് പാർക്കിംഗ് സൗകര്യം ഒരുക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് നടത്തുന്നത്. നോർത്ത് കോട്ടച്ചേരിയിൽ നിന്ന് പ്രകടനം ആരംഭിച്ചു. K കുഞ്ഞിരാമൻ MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ കരാറുകാരും എതിരായിരുന്നു. നമ്മുടെ ജില്ലയിലെ കരാറുകാരും എതിരായിരുന്നു. കേരളത്തിന് പുറത്തും പണിയെടുക്കുന്ന വലിയ കരാറുകാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അവരെല്ലാം ഞങ്ങളോട് പറഞ്ഞാൽ ഇനി 1 കിലോമീറ്റർ 22 or 25 കോടിയൊന്നും വേണ്ട, ഞങ്ങൾ 10 കോടിക്ക് ഇവർ പറയുന്ന പോലെ ഹൈടെക് റോഡാക്കി തരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അത് ഗവൺമെന്റ് തയ്യാറല്ല. ഗവൺമെന്റ് തയ്യാറായിരിക്കാൻ കാരണം നേരത്തെ ഇവിടെ പറഞ്ഞതാ. ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കരാറുകാരനെ 4-5 കരാറുകാരനെ ഇത് ഏൽപ്പിച്ചാൽ കാശ് കുറയും ചെയ്യും, അവർക്ക് കിട്ടുന്ന കാശും കുറയും. അപ്പോൾ പുറത്തുള്ളൊരു പ്രധാനപ്പെട്ട കമ്പനിയെ ഏൽപ്പിച്ചാൽ ആ കമ്പനിക്കാരുമായി വിലപേശി ഒരു നല്ല കാശ് വാങ്ങാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പുറത്ത് കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും അതുപോലെ ഗവൺമെന്റും അതിന് പറയുന്നത് അറിഞ്ഞാൽ ഇത് ലോകബാങ്കിന്റെ പൈസയാണ്. ഇപ്പൊ രേഖവാക്യമായി ഞങ്ങൾ കരാറുണ്ടാക്കുമ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് അവര് പറയുന്ന കമ്പനിക്ക് ഞാൻ കരാർ കൊടുക്കണം. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. VV രമേശൻ, കാറ്റാടി കുമാരൻ, CH കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. പ്രകാശൻ പുല്ലൂർ, രാഘവൻ പള്ളത്തിങ്കാൽ, കരുണൻ, വിജയകുമാർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ജില്ലയിലെ പ്ലാന്റേഷൻ ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യം. തോട്ടം തൊഴിലാളി സായാഹ്ന ധർണ നടത്തി. തോട്ടം തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പെരിയ ടൗണിൽ സായാഹ്ന ധർണ നടന്നത്. സായാഹ്ന ധർണ CITU സംസ്ഥാന സെക്രട്ടറി P രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അവരെല്ലാം നമ്മുടെ രാജ്യത്ത് പെരിയയിലായാലും കാസർഗോഡായാലും തിരുനെല്ലിയിലായാലും 10,000 കോടി രൂപ ചെലവഴിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ മക്കൾക്കും നമ്മുടെ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാം ജോലി കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. 1996 മൻമോഹൻ സിംഗ് തന്നെ ഇത് നടപ്പിലാക്കിയ മൻമോഹൻ സിംഗ് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഒരാൾക്കും ജോലി കൊടുക്കാൻ സാധിച്ചില്ല, എന്നാലും അത് തുടരും എന്ന് അവർ പറയുകയുണ്ടായി. U തമ്പാൻ നായർ അധ്യക്ഷനായി. NK തമ്പാൻ, M ശശിധരൻ, ശ്രീനിവാസൻ, K ഓമന, PG മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശമിത്രം പരിപാടിക്ക് തുടക്കം. കാഞ്ഞങ്ങാട്ട് ഏകദിന ശില്പശാല നടന്നു. തദ്ദേശമിത്രം പരിപാടിക്ക് തുടക്കമായി. ജനപ്രതിനിധികൾക്കുള്ള പരിശീലനം തുടങ്ങി. കേരള ലോക്കൽ ഗവൺമെന്റ് സർവീസ് ഡെലിവറി പ്രൊജക്ടിന്റെ ഭാഗമായുള്ള തദ്ദേശമിത്രം പരിപാടി കാഞ്ഞങ്ങാട്ട് നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ലോകബാങ്ക് പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ചുള്ള ഏകദിന പരിശീലന ക്ലാസാണ് തദ്ദേശമിത്രം പരിപാടി ലക്ഷ്യമിടുന്നത്. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു ക്ലാസ് ഒരു ശില്പശാല സംഘടിപ്പിച്ചത് വളരെ മാതൃകാപരമാണ്. കാരണം ഈ പദ്ധതിയെ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമെന്ന് കൃത്യമായി പ്രത്യേകിച്ച് പുതിയ ഭരണസമിതിയുടെ സാരഥികളെന്ന നിലയിൽ ഒരാഴ്ച പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ വരും നാളുകളിൽ ഉണ്ടാകുന്ന കുറേയേറെ വാദപ്രയോഗങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കാനും പ്രോജക്റ്റ്
സമയബന്ധിതമായി പൂർത്തീകരിക്കാനും സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ കൃഷ്ണകുമാർ സ്വാഗതവും ജില്ലാ കോർഡിനേറ്റർ ബേബി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ BP സുകുമാരൻ, KV വിജയകുമാർ, ഡോക്ടർ MS ബിന്ദു തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മണ്ണും മനസ്സും കലാജാഥ പ്രയാണം തുടങ്ങി. ജാഥയ്ക്ക് അരയി ഗവൺമെന്റ് LP സ്കൂളിൽ സ്വീകരണം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കലാജാഥയ്ക്ക് അരയി ഗവൺമെന്റ് UP സ്കൂളിൽ സ്വീകരണം നൽകി. കരിവള്ളൂർ മുരളി രചനയും മനോജ് നാരായണൻ സംവിധാനവും കോട്ടയ്ക്കൽ മുരളി സംഗീതവും നിർവഹിച്ച വെളിച്ചത്തെ സ്നേഹിക്കാതിരിക്കാനാവില്ല, ഈ ഭൂമി ആരുടേത് എന്നീ നാടകങ്ങൾ ജാഥാംഗങ്ങൾ അവതരിപ്പിച്ചു. ഭരതൻ പിലിക്കോട് ജാഥ ലീഡറും പ്രൊഫസർ M ഗോപാലൻ മാനേജറുമായ ജാഥയിൽ ജനാർദ്ദനൻ കാരി, അഖിൽ പട്ടേന, മനോജ് പട്ടോളി, രൂപേഷ്, ശരത് ലാൽ, ലിനി, സ്മിത, കുഞ്ഞികൃഷ്ണൻ, ജിതിൻ ലാൽ, ദീപേഷ്, ദിജു, അലി, ജലജാക്ഷൻ എന്നിവർ അംഗങ്ങളാണ്. സ്വീകരണ കേന്ദ്രത്തിൽ 100 കണക്കിന് ആളുകൾ എത്തിച്ചേർന്നു. ജാഥ 12-ന് മുന്നാട് സമാപിക്കും. ഇന്ത്യൻ സീനിയർ ചേംബറിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. കാഞ്ഞങ്ങാട് IMA ഹാളിലാണ് ചടങ്ങ് നടന്നത്. ഇന്ത്യൻ സീനിയർ ചേംബർ കാഞ്ഞങ്ങാട് ലീജിയന് പുതിയ സാരഥികളായി സ്ഥാനാരോഹണ ചടങ്ങ് IMA ഹാളിൽ നടന്നു. K ഗോപി, M വിനോദ്, KV സുരേഷ് ബാബു, NR പ്രശാന്ത്, വാസുദേവൻ, ജോർജ് എന്നിവർ പുതിയ ഭാരവാഹികളായി സ്ഥാനമേറ്റു. ഇന്ത്യൻ സീനിയർ ചേംബർ ദേശീയ പ്രസിഡന്റ് സീനിയർ CAB ജയരാജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഈ കൂട്ടായ്മയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ JC-യുടെ 40 വയസ്സ് കഴിഞ്ഞാൽ കുറച്ച് പേര് ട്രെയിനറായിട്ട് കൂടും, കുറച്ച് പേര് ഈ പൊളിറ്റിക്സിൽ കൂടും, ബാക്കിയോട് എന്ത് ചോദിച്ചാൽ മാറിപ്പോവും. അവർക്ക് അതിൽ നിന്നും താല്പര്യമില്ല. കുറച്ച് പേര് നമ്മുടെ റിക്രൂട്ടിംഗ് ഏജന്റാണ്. ഇന്ന് JC-യിൽ കുറച്ച് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ റിലയൻസുകാർ പിടിച്ചു വലിക്കും, ലോട്ടറിക്കാരെ പിടിച്ചു വലിക്കും, അവിടെ കൊണ്ടുപോയി എല്ലാ കഴിവുകളും കൊണ്ടുപോയി. അപ്പം നമ്മുടെ എല്ലാ കഴിവുകളും അവരുപയോഗിക്കണം. അത് നമുക്കിനെ ഉപയോഗിച്ചുകൂടാ. നമ്മൾ പഠിച്ച കഴിവ് നമ്മൾ സീനിയർ ചേംബറിലൂടെ നമുക്ക് തന്നെ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ. ആർക്കും ഒരു ആശയം തോന്നിയുകൊണ്ടാണ് ഈ സംഭവം. അതുകൊണ്ട് ലയൻസ് ലോട്ടറി മോശമില്ല, ഞാൻ ലോട്ടറി ഗവർണറാണ്, പക്ഷെ അതൊക്കെ ശരിയാണ്. ദേശീയ വൈസ് പ്രസിഡന്റ് സീനിയർ ശിവാനന്ദൻ, കൊയിലാണ്ടി റീജിയൻ പ്രസിഡന്റ് സീനിയർ ജോസ് കണ്ടോത്ത്, കൊയിലാണ്ടി റീജിയൻ സെക്രട്ടറി സീനിയർ രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്വയം രക്ഷയ്ക്ക് കരുത്തു നേടാൻ പിലിക്കോട്ടെ പെൺകുട്ടികൾ കളരി പഠിക്കുന്നു. നിർഭയ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിശീലനം നൽകുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ശാരീരിക അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ചെറുത്തുനിൽപ്പിന് കരുത്തുള്ളവരായി പെൺകുട്ടികളെ മാറ്റിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 12-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. പദ്ധതി കാസർഗോഡ് വനിതാ സെൽ CI PV നിർമ്മല ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം വിവാഹം എന്നതിലേക്കാണ് പോകുന്നത്. അതല്ലാതെ നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് മുതൽ കൂട്ടുന്ന ഒരു വ്യക്തിയായി സ്ത്രീയെ പരിഗണിക്കാൻ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സ്ത്രീയെ പരിഗണിക്കാൻ സമൂഹം തയ്യാറാവുന്നില്ല.
അപ്പോൾ സ്ത്രീ ശാക്തീകരണം ഇവിടെ ഉണ്ടാകണമെങ്കിൽ സ്ത്രീകൾ തന്നെ സ്വയം മുന്നോട്ട് വരണം. അതോടൊപ്പം അവരുടെ കുടുംബം, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, എല്ലാറ്റിലും കൂടി സമൂഹം ഒറ്റക്കെട്ടായി അവർക്ക് പിന്തുണ നൽകണം. എം കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കളരിയും സുരക്ഷയും എന്ന വിഷയത്തിൽ സനീഷ് ഗുരുക്കൾ സംസാരിച്ചു. നിഷാം പട്ടേൽ, പി രാഘവൻ, കെ കുഞ്ഞികൃഷ്ണൻ, രവീന്ദ്രൻ മണിയാട്ട്, പി പി അടിയോടി, ടി ഓമന, കെ പി സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു. കളരിപ്പയറ്റ് പ്രദർശനവും നടന്നു. ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തീർത്ത മുക്കോട് ഗവൺമെന്റ് LP സ്കൂൾ. വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം ശ്രദ്ധേയമാവുന്നു. വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനും അതുവഴി പഠനാനുബന്ധ സാഹചര്യങ്ങൾ ഒരുക്കാനും സമൂഹ പങ്കാളിത്തോടെ കഴിഞ്ഞ 4 വർഷമായി വിദ്യാലയം ഏറ്റെടുത്ത് നടന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിജയത്തിന്റെ പാതയിലാണ്. കാർഷിക സംസ്കാരം അന്യമായിക്കൊണ്ടിരിക്കുകയും എന്തും വില കൊടുത്തു വാങ്ങാമെന്നുള്ള മിഥ്യാധാരണയും പുതിയ തലമുറയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വർത്തമാനകാലത്തെ പാഠഭാഗങ്ങളെ കൃഷിയുമായി കോർത്തിണക്കി പഠന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് മുക്കൂട് ഗവൺമെന്റ് LP സ്കൂൾ. വേലാശ്വരം സ്വദേശി രവീന്ദ്രൻ മാസ്റ്ററാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമേകുന്നത്. PTA, SMC, മദർ PTA, അജാനൂർ കൃഷിഭവൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി നടത്തിവരുന്ന പ്രവർത്തനം വഴി ഉച്ചഭക്ഷണ പരിപാടി വൈവിധ്യവൽക്കരിക്കാനും സാധിച്ചിട്ടുണ്ട്. തികച്ചും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. മറ്റു സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന വിഷാംശം നിറഞ്ഞ പച്ചക്കറികളിൽ നിന്ന് മോചനം നേടാൻ നമ്മുടെ വീട്ടുവളപ്പിലും നമ്മുടെ സ്കൂൾ മുറ്റത്തും പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് പ്രയോജനമാണ്. അതിന് നേതൃത്വം നൽകുന്നത് എൻ്റെ ക്ലാസ് മാഷ് രവീന്ദ്ര മാസ്റ്ററും കുട്ടികളുമാണ്. ആരോഗ്യ ബോധവൽക്കരണത്തിനും കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിന്റെ ആവശ്യകത രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുന്നതിനും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ചീര, കയ്പ, മുളക് തുടങ്ങിയ വിളകൾ 100 മേനി വിളവ് നൽകിയപ്പോൾ ആവശ്യം കഴിച്ചുള്ള പച്ചക്കറികൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. കഴിഞ്ഞ പ്രവർത്തന വർഷത്തിൽ കാസർഗോഡ് ജില്ലയിലെ 140ഓളം വിദ്യാലയങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാലയം ജില്ലയിലെ ഏറ്റവും മികച്ച ജൈവ പച്ചക്കറി കൃഷി നടത്തിയ വിദ്യാലയത്തിനുള്ള 10,000 രൂപയുടെ ക്യാഷ് അവാർഡും അതുപോലെ തന്നെ പ്രശംസാപത്രവും ട്രോഫിയും കലക്ടറിൽ നിന്ന് ഏറ്റുവാങ്ങുകയുണ്ടായിട്ടുണ്ട്. എന്നാലും ഈ വർഷവും പതിവ് പോലെ തന്നെ നമ്മൾ ജൈവ പച്ചക്കറി കൃഷിയിൽ വളരെ നല്ല ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പാഠ്യപ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാലയം മുന്നേറുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കൃഷിയിലൂടെ ലഭിച്ച വരുമാനം മാഗസിൻ പ്രകാശനത്തിനാണ് ഉപയോഗിച്ചത്. ഈ വർഷമാകട്ടെ മിനി സ്റ്റേജ് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂൾ അധികൃതർ. ഈ വർഷം കൃഷിയോടൊപ്പം തന്നെ പൂന്തോട്ട നിർമ്മാണം, ഓർഗാനിക് ഭക്ഷ്യമേള, മികവുത്സവം, ബുക്ക് സ്റ്റാൾ, ശുചിത്വ ക്യാമ്പയിൻ, മെട്രിക് മേള, പാഴ്വസ്തുക്കളിൽ നിന്നും പരീക്ഷണശാല തുടങ്ങി വൈവിധ്യമാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളും സ്കൂൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. രാവണീശ്വരം രാമഗിരി ദേശാഭിമാനി ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കലാകായിക പ്രതിഭകൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. കലാസന്ധ്യയും നടന്നു. രാമഗിരി ദേശാഭിമാനി ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കലാപ്രതിഭകൾക്കായി അനുമോദനം സംഘടിപ്പിച്ചു. കലാസന്ധ്യയും അരങ്ങേറി. കവി CV വിനയേന്ദ്രൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. അന്ധവിശ്വാസവും അനാചാരവും കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു ജീവിതാന്തരീക്ഷം എന്റെ നാട്ടിലുണ്ടാകാൻ വേണ്ടി പാടില്ല. പലതരത്തിലുള്ള വിഭിന്നതകളാൽ വിഭജിതമായ ഒരു സമൂഹമായിട്ട് എന്റെ നാടൊരിക്കലും മാറരുത്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഒരു സ്വർഗത്തിലേക്ക് എന്റെ നാടിനെ ഉയർത്തേണമേ, ഉണർത്തേണമേ. ടാഗോറിന്റെ കവിതയുടെ ആഗ്രഹമാണത്. എന്നിട്ടെന്തായി? സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന്റെ ഒരു സ്വർഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ടാഗോറിന്റെ വരി തന്നെ കടമെടുത്താൽ നിർഭയമായ മനസ്സും ഉന്നതമായ ശിരസ്സുമായി എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഇടമായി എന്റെ നാട് മാറണമേ. സംഘാടക സമിതി ചെയർമാൻ P രാധാകൃഷ്ണൻ അധ്യക്ഷനായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ ഉപഹാര വിതരണം നടത്തി. T ശാന്തകുമാരി, HK ദാമോദരൻ, MK രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കുറുവനാടൻ നാരായണൻ നായർക്ക് 1ാം ചരമവാർഷിക ദിനത്തിൽ ഉചിതമായ സ്മരണാഞ്ജലി. നന്ദാവനം VV സ്മാരക മന്ദിരത്തിന് സമീപത്ത് നിർമ്മിച്ച സ്മാരക സ്തൂപം P കരുണാകരൻ MP അനാവരണം ചെയ്തു. കയ്യൂർ സമരകാലഘട്ടത്തിലെ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ
തീർത്തും അപരിചിതമായിരിക്കും. എന്നാൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ ഏറ്റവും ശക്തമായ ഉദാഹരണമാണ്, അനുഭവമാണ് കയ്യൂർ സമരം. കയ്യൂര് നമ്മുടെ നാട്ടിന്റെ മാത്രമല്ല, കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെയോ സംസ്ഥാനത്തിന്റെയോ മാത്രമല്ല, ദേശീയ തലത്തിൽ മാത്രമല്ല സാർവദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പേരാണ്. വി കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പതാക ഉയർത്തി. പി ജനാർദ്ദനൻ, കെ വി ഗംഗാധര വാര്യർ, ടി ദാമോദരൻ, കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ യോഗവും നടന്നു. കൃഷിവകുപ്പിന്റെ ആത്മപദ്ധതിയുടെ ഭാഗമായി നീലേശ്വരത്ത് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കർഗ ഗ്രൂപ്പുകളുടെ ശാക്തീകരണം ലക്ഷ്യമാക്കിയായിരുന്നു പരിശീലനം. നീലേശ്വരം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കർഷക ഗ്രൂപ്പ് ശാക്തീകരണ പരിശീലന പരിപാടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആർ വീണാറാണി ഉദ്ഘാടനം ചെയ്തു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിൽ നടന്ന പരിശീലന പരിപാടിയിൽ കൃഷി ഓഫീസർ പി വി ആർജിത, ആത്മയിലെ ദിലിൻ കൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ഭക്ഷ്യസംസ്കരണം വിഷയമാക്കി നീലേശ്വരം സെന്റ് ആൻസ് UP സ്കൂൾ അധ്യാപിക ജോയമ്മ ക്ലാസ് എടുത്തു. കൂൺ ബിരിയാണി, ഇടിച്ചക്ക ബിരിയാണി, മത്തൻ ജാം, ചക്കക്കുരു കട്ട്ലറ്റ്, കൂൺബജി എന്നീ വിഭവങ്ങൾ പരിശീലന പരിപാടിയുടെ ഭാഗമായി ഉണ്ടാക്കി. ആത്മാ പദ്ധതി പ്രകാരം അതിന്റെ ഭാഗമായുള്ള MPEP-യിലാണ് കർഷക ശാക്തീകരണം എന്നുള്ള പദ്ധതിയിലാണ് പരിശീലന ക്ലാസ് നടത്തിയിരിക്കുന്നത്. കർഷക ഗ്രൂപ്പുകൾ, അത് വനിതകളായാലും പുരുഷന്മാരായാലും ഫാമേഴ്സ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പായി രൂപീകരിച്ചുകൊണ്ട് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് അവരെ എംപവർ ചെയ്യുക, ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ആദർശ ഗ്രാമം പദ്ധതി നടത്തിപ്പ് അവലോകനം ചെയ്യാൻ കരിന്തളത്ത് പി കരുണാകരൻ MP-യുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാവുമെന്നാണ് പ്രതീക്ഷയെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സൻസദ് ആദർശ് ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. പി കരുണാകരൻ MP-യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ മുഹമ്മദ് സഗീർ മുഖ്യാതിഥിയായിരുന്നു. ആദ്യഘട്ടത്തിൽ നിർദ്ദേശിക്കാവുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ പഞ്ചായത്തിന് നമ്മൾ തിരഞ്ഞെടുത്തത്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നടത്താൻ കഴിയും. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുടെ പ്രത്യേകമായിട്ടുള്ള കൺവെൻഷൻ നമ്മൾ നടത്തി. മാത്രമല്ല, അക്കാഡമിക് സെമിനാർ എന്ന നിലയിൽ തന്നെ ഓരോ മേഖല, കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, പശ്ചാത്തല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പ്രത്യേകം ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിരുന്നു പഞ്ചായത്തിൽ. രണ്ട് പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റിനെ ആദ്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് ബഡ്ജറ്റിൽ പ്രത്യേക കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഏതൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും മാത്രമേ നമുക്ക് സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. കൃഷി, മൃഗസംരക്ഷണം, റവന്യൂ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച് വിശദമായ ചർച്ച നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പതാൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ വി സുധാകരൻ, കിനാനൂർ കരിന്തളം പഞ്ചായത്ത് സെക്രട്ടറി ഉഷാകുമാരി, വി ബാലകൃഷ്ണൻ, കെ നാരായണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിധുബാല സ്വാഗതം പറഞ്ഞു. കേരള പ്രദേശ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 11 മുതൽ 13 വരെ തീയതികളിൽ നീലേശ്വരത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപകമായ കച്ചവടവൽക്കരണവും അഴിമതിയും മാത്രമല്ല, യഥാസമയം പാഠപുസ്തകങ്ങൾ ലഭിക്കാതിരിക്കൽ, നിരുത്തരവാദപരമായ പരീക്ഷാ നടത്തിപ്പുകൾ, കേന്ദ്ര ഫണ്ടുകൾ പാഴാക്കൽ, നിയമന നിരോധനം തുടങ്ങിയവയിലൂടെ പൊതുവിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പൊതുവിൽ അവമതിപ്പുണ്ടാക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് KPTA ഭാരവാഹികൾ പറഞ്ഞു. വിദ്യാഭ്യാസ അവകാശ നിയമം പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കാൻ സർക്കാർ സന്നദ്ധമാകുന്നില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഫെബ്രുവരി 11 സംസ്ഥാന നിർവാഹക സമിതിയും സംസ്ഥാന കൗൺസിലും ചേരും. 12 രാവിലെ 10:30
പ്രതിനിധി സമ്മേളനം കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാഭ്യാസ സമ്മേളനം മുൻ മന്ത്രി കെ ശങ്കരനാരായണ പിള്ള ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ഭാരവാഹികളായ കൈപ്രത്ത കൃഷ്ണൻ നമ്പ്യാർ, കെ വി ദേവദാസ്, മുസ്തഫ കടമ്പോട്ട്, പി വി മധുസൂദനൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. പുല്ലൂർ കരക്കക്കുണ്ട് ആൽത്തറക്കാൽ മുത്തപ്പൻ മടപ്പുരയിലെ പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. പുല്ലൂർ കരക്കക്കുണ്ട് ആൽത്തറക്കാൽ മുത്തപ്പൻ മടപ്പുരയിലെ പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. മഹോത്സവം ദർശിക്കാൻ നൂറുകണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ എത്തി. പുതുക്കൈ നാരിക്കാട്ടറ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര മാതൃസമിതി അവതരിപ്പിച്ച തിരുവാതിര ശ്രദ്ധേയമായി. പുതുക്കൈ നരിക്കാട്ടറ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര മാതൃസമിതി അവതരിപ്പിച്ച തിരുവാതിര ശ്രദ്ധേയമായി. ജയ ജയ വിഘ്നേശ്വര വന്ദേ പാദാരവിന്ദ നമോസ്തുതേ. പാർവണ ശശി മുഖി പാർവതി ദേവി സുതൻ ഓമൽ ഗണപതിക്കായി ആയിരം കൈതോഴുന്നേ. നൂറുകണക്കിന് ആളുകൾ മഹോത്സവം ദർശിക്കാൻ ക്ഷേത്രത്തിൽ എത്തി. അന്നദാനവും നടന്നു. ലക്ഷദ്വീപ പ്രഭയിൽ കുളിച്ച് കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രം. ലക്ഷദ്വീപം തെളിയിക്കാൻ ഭക്തജനങ്ങൾ ഒഴുകിയെത്തി. കാഞ്ഞങ്ങാട് കവ്വായി മോലത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ആണ്ടുമഹോത്സവത്തിന്റെ ഭാഗമായാണ് ലക്ഷദ്വീപ സമർപ്പണം നടന്നത്. ഭക്തജനങ്ങൾ നേരിട്ട് ദീപം തെളിയിച്ച് ലക്ഷദ്വീപ സമർപ്പണത്തിന്റെ ഭാഗമാവുകയായിരുന്നു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ലക്ഷദ്വീപ സമർപ്പണ ചടങ്ങിന്റെ ഭാഗമായി എത്തിച്ചേർന്നത്. നാമസങ്കീർത്തനങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ലക്ഷദ്വീപം തെളിഞ്ഞപ്പോൾ അത് ഭക്തജനങ്ങൾക്ക് വേറിട്ട അനുഭവമായി. അത്തിക്കോത്ത് മരുത്തോടൻ തറവാട്ടിലെ കളിയാട്ട മഹോത്സവം സമാപിച്ചു. കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. അത്തിക്കോത്ത് മരുത്തോടൻ തറവാട്ടിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. കളിയാട്ടത്തോടനുബന്ധിച്ച് വിഷ്ണുമൂർത്തി, പടിഞ്ഞാറ്റ് ചാമുണ്ടി, പൊട്ടൻ തെയ്യം, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. അന്നദാനവും നടന്നു. മഹോത്സവം ദർശിക്കാൻ നൂറുകണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ എത്തി.
കായക്കുളം ശ്രീ വിഷ്ണുമൂർത്തി സാമൂഹ്യ സേവാ സമിതിയുടെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വിവിധ കലാപരിപാടികൾ നടന്നു. കായക്കുളം ശ്രീ വിഷ്ണു സാമൂഹ്യ സേവാ സമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഘോഷയാത്ര നടന്നു. തുടർന്ന് നടന്ന ചടങ്ങിൽ ഫോക്ലോർ അക്കാദമി ചെയർമാൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു വാർത്തയിൽ നിന്നും കേരളത്തിലെ 10,000-കണക്കിന് ക്ഷേത്രങ്ങളും കാവുകളും ഇതിലേക്ക് സൂക്ഷിച്ചു പോകും. ഈ വാർത്തയെ ചൂടുപിടിച്ച് എങ്ങനെ പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നാം നഷ്ടപ്പെടുത്തിയ മറ്റു പലതിനെയും പോലെ നമുക്ക് നമ്മുടെ പരിസ്ഥിതി ഇല്ലാതായിരിക്കും. സമിതി പ്രസിഡന്റ് കെ പീതാംബരൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ എസ് നായർ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം കെ കുമാരൻ, പി കെ കുഞ്ഞിരാമൻ, പി കെ ബാബുരാജ്, കെ വി വിശ്വംഭരൻ, ടി വി മോഹനൻ, അനിൽ പുളിക്കാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിരുവാതിര, കോൽക്കളി തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSTP റോഡ് പണി തുടങ്ങാത്തതിൽ പ്രതിഷേധം. ഓട്ടോറിക്ഷ തൊഴിലാളികൾ RD ഓഫീസ് മാർച്ച് നടത്തി. ജില്ലയിലെ പ്ലാന്റേഷൻ ഭൂമി സംരക്ഷിക്കണമെന്ന ആവശ്യം. തോട്ടം തൊഴിലാളി യൂണിയൻ CITU സമരം തുടങ്ങുന്നു. പെരിയയിൽ സായാഹ്ന ധർണ. ജനപ്രതിനിധികൾക്ക് പരിശീലന പരിപാടി തുടങ്ങി. തദ്ദേശമിത്രം പരിപാടിക്ക് തുടക്കമായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മണ്ണും മനസ്സും കലാജാഥ ജില്ലയിൽ പര്യടനം തുടങ്ങി. കലാജാഥയ്ക്ക് അരയി ഗവൺമെന്റ് UP സ്കൂളിൽ സ്വീകരണം. കളരിമുറയിൽ കരുത്തു തെളിയിച്ച പിലിക്കോട്ടെ പെൺകുട്ടികൾ. നിർഭയ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ കളരി പരിശീലനം പൂർത്തിയാകുന്നു. ഇന്ത്യൻ സീനിയർ ചേംബറിന്റെ കാഞ്ഞങ്ങാട് ലീജിയന് പുതിയ ഭാരവാഹികളായി. സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.